ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത്തരത്തിലുള്ള AI വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുകയും മോണിറ്റേഷൻ എനേബിൾ ആവുകയും നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യുന്നവരുണ്ട്. ആദ്യമേ പറയാം, ഈ വീഡിയോ ക്ഷമയുള്ളവർ മാത്രം കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത്യാവശ്യം കുറച്ച് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് 3 ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതിൽ ഒന്നാമത്തേത് യൂട്യൂബ് ക്രിയേറ്റ്, പിന്നെ ചാറ്റ് ജിപിടി, ജെമിനി. യൂട്യൂബ് ക്രിയേറ്റ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനകത്താണ്. ഇത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ ചാറ്റ് ജിപിടിയും ജെമിനിയും നിങ്ങളെ വീഡിയോയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ലഭിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചാറ്റ് ജിപിടി അല്ലെങ്കിൽ ജെമിനിയോട് ചോദിക്കുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കഥാപാത്രത്തെ കിട്ടണമല്ലോ, ഒരു ഫോട്ടോ കിട്ടണമല്ലോ. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജെമിനിയാണ് ഓപ്പൺ ചെയ്യുന്നത്. ജെമിനി ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് കണ്ടന്റ് കൊടുക്കണം. അതായത് നിങ്ങൾ എന്ത് ഫോട്ടോ ആണ് ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കണ്ടന്റ് നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. ആ ഒരു ഫോട്ടോൻ്റെ ബാക്ക്, ഫ്രണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെയാണ് വരുന്നത് അതൊക്കെ കൃത്യമായിട്ട് എഴുതി കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫോട്ടോ കിട്ടുള്ളൂ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് വായിച്ചാൽ ഏറ്റവും ലാസ്റ്റ് മനസ്സിലാക്കാൻ കഴിയും. ആസ്പെക്ട് റേറ്റ് 4:5 അത് നിർബന്ധമായിട്ടും അതിനകത്ത് കൊടുത്തിരിക്കണം. എങ്കിൽ ആ ഒരു ടൈപ്പിൽ നമുക്ക് ഫോട്ടോ കിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് എൻ്റെ കണ്ടന്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം, എങ്ങനത്തെ ഫോട്ടോ ആണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ തറവാട് വീടിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു സാരി ഉടുത്ത ഒരു സുന്ദരിയായ പെൺകുട്ടി, അത് ഓണപ്പൂക്കളം ഇടുന്ന ഒരു ഫോട്ടോ ആണ് വേണ്ടത്. അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ കഥയ്ക്കനുസരിച്ചുള്ള കഥാപാത്രത്തിൻ്റെ ഫോട്ടോ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. കണ്ടന്റ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ചിത്രം ക്ലോസപ്പ് ഷോട്ട് ആയിരിക്കണം, പക്ഷേ ഓവർ ക്ലോസപ്പ് ആയിരിക്കരുത്. അങ്ങനെയൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം നിങ്ങളത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ജെമിനി ഒരു ഫോട്ടോ തരും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഫോട്ടോ ആണ് ക്രിയേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഫോട്ടോ കിട്ടി. ഈ ഫോട്ടോ വെച്ചിട്ട് നമുക്ക് AI വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. അതിന് യൂട്യൂബ് ക്രിയേറ്റ് ഓപ്പൺ ചെയ്യുക, ജനറേറ്റ് വീഡിയോ എടുക്കാം. ഇതിനകത്ത് അപ്ലോഡ് 3 ഫോട്ടോസ്, അതായത് നമുക്ക് 3 ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോനകത്ത് 3 കഥാപാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 ഫ്രെയിംസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോനകത്ത് ഒരു കഥാപാത്രം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ഫോട്ടോ മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് 10 to 8 ഡ്യൂറേഷനുള്ള വീഡിയോ ഒരു തവണ മാത്രമേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഈ ഫോട്ടോൻ്റെ മുകളിലായിട്ട് ഒരു കോളം കാണുന്നില്ല, ആ കോളത്തിൽ നിങ്ങൾ എങ്ങനെയുള്ള വീഡിയോ ആണ് വേണ്ടത് അതാണ് നിങ്ങൾ മുകളിലത്തെ കോളത്തിൽ കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ നിർമ്മിക്കുന്ന വീഡിയോയിലെ സംഭാഷണങ്ങളൊന്നും വേണ്ടെങ്കിൽ ആ ഒരു കഥാപാത്രം എന്താണ് ചെയ്യേണ്ടത് അത് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതിയാൽ മതി. ഉദാഹരണത്തിന് എൻ്റെ ഒരു കണ്ടന്റ് ഞാൻ കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി വ്യക്തമായിക്കോളും. ഇവിടെ ഞാൻ കൊടുത്തത് കണ്ടോ, ചിത്രത്തിലുള്ള പെൺകുട്ടി വളരെ സന്തോഷത്തോടെ തൻ്റെ മുമ്പിലുള്ള പൂക്കളം ചെറിയ പുഞ്ചിരിയോടെ ഇടുന്നതായും കാണിക്കുന്ന ഒരു ചെറിയ വീഡിയോ. ഇതാണ് ആദ്യത്തെ കണ്ടന്റായിട്ട് കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തേതായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോനകത്ത് കഥാപാത്രം എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന രീതിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതെങ്ങനെയാന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റ് ആ ഒരു കഥാപാത്രം സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈന് വിട്ടതിന് ശേഷം രണ്ടാമത്തെ ലൈനിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൊടുക്കുമ്പോൾ ഒരു ഉച്ചാരണ ചിഹ്നം, അതായത് ആ ഒരു 2 കോമ ഉണ്ടല്ലോ, ആ ഒരു 2 കോമ നിങ്ങൾ ആ കണ്ടന്റ് തുടങ്ങുന്ന തുടക്കത്തിലും അവസാനത്തിലും കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ, ഇതുപോലെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഞാൻ അപ്പോൾ ആ ഒരു ഉച്ചാരണ ചിഹ്നം ഇട്ടു, എന്നിട്ട് ആ കഥാപാത്രം എന്താണ് സംസാരിക്കേണ്ടത് ആ ഒരു വേർഡ് അവിടെ ആഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ ആ ഒരു കോമ കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഒന്നിലധികം കഥാപാത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്താണ് പറയേണ്ടത് എന്നുള്ളത് അടുത്ത
ഒരു ലൈന് വിട്ടതിന് ശേഷം ആ ഒരു 2 കോമ ഇട്ടിട്ട് വേണം അവിടെ കണ്ടന്റ് ആഡ് ചെയ്യാൻ. ആ ഒരു വേർഡ് എന്താണ് സംസാരിക്കേണ്ട വേർഡ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കഥാപാത്രം സംസാരിച്ചതിൽ മറ്റേ കഥാപാത്രം പറയും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വേർഡിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഈ ഒരു ഉച്ചാരണ ചിഹ്നം 2 കോമ ഇടണം എന്നുള്ളത് പറയണത്. അടുത്തതായിട്ട് ഒരു ലൈന് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ കഥാപാത്രം അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം, അങ്ങനത്തെയുള്ള കുറേ നിബന്ധനകളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഏറ്റവും ലാസ്റ്റാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തത് നോക്കാം. വീഡിയോയിൽ തുടക്കം മുതൽ അവസാനം വരെ ക്യാമറ ആംഗിൾ മാറാൻ പാടില്ല. പെൺകുട്ടി എപ്പോഴും പുഞ്ചിരിയോടെ വേണം സംസാരിക്കാൻ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോനകത്ത് എന്തൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ ഏറ്റവും അവസാനമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കണ്ടന്റുകൾ. അപ്പോൾ ആദ്യത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡ് കൊടുക്കുക ആദ്യം, എന്നിട്ട് ഒരു ലൈന് വിട്ടതിന് ശേഷം അടുത്തത് ഈ ഒരു കഥാപാത്രം എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡ് അവിടെ 2 ഉച്ചാരണ ചിഹ്നം 2 കോമ കൊടുത്തതിന് ശേഷം കൊടുക്കാം. മൂന്നാമത്തേൽ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അതവിടെ കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതായത് ജനറേറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ അവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വരുന്നുണ്ട്. നെറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ജനറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്നിട്ട് ഇവിടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, യൂസ് വീഡിയോ എന്നുണ്ട്. ഇപ്പോൾ യൂസ് വീഡിയോ നിങ്ങൾക്ക് ഗാലറിയിലൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യൂസ് വീഡിയോ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ എക്സ്പോർട്ട്, അതായത് നിങ്ങളെ ഒരു ഗാലറിക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെയാണ് AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുക.